ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. ഏതു സംഘടനയും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വിമത ശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് VT ബൽറാം MLA. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സും യാത്രയപ്പ് സമ്മേളനവും തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയപ്പ് നൽകിയത്. ഇതോടൊപ്പം അംഗങ്ങളുടെ മക്കളിൽ നിന്നും SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും LSS, USS പരീക്ഷകൾ നേടിയവർക്കും അനുമോദനവും ഒരുക്കി. തൃത്താല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു യാത്രയപ്പ് സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. VT ബൽറാം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏത് സംഘടനയായാലും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ വിമത ശബ്ദങ്ങൾ ഉയരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VT ബൽറാം സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ആളുകൾ സാമ്രാജ്യമായി കൊണ്ടുനടക്കുന്നതാണ്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, പാർട്ടിയുടെ കൺട്രോളില്ലാതെ, ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവമില്ലാതെ ഈ സ്ഥാപനങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും അതിനെതിരായിട്ടുള്ള വിമത ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഒഴിവാക്കി ഒരു സംഘടനാ രൂപത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഈ ഓരോ പ്രസ്ഥാനവും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ഒരു സ്ഥാപനങ്ങളായി മാറും. ആ നിലയിൽ പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കൂടുതലുണ്ടാവുമെന്ന്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കമ്മിറ്റി പ്രസിഡന്റ് NK റാസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. സ്വകാര്യ മേഖലയും പൊതുമേഖലയും അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വളരെ പ്രാമുഖ്യം നൽകിയ ഒരു മേഖലയാണ് ഇന്ത്യയിലെ സഹകരണ മേഖല. അതുകൊണ്ടാണ് ലോകത്തിലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി സമ്പദ്ഘടന തകർന്നപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നത് ഈ സഹകരണ മേഖലയുടെ പ്രവർത്തനം കൂടി നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന തകരാതെ പോയത് എന്നതും ഇത്തരത്തിൽ ഞാൻ നോക്കുകയാണ്. ജില്ലാ സെക്രട്ടറി C മോഹനൻ, ജില്ലാ ട്രഷറർ മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായി. താലൂക്ക് സെക്രട്ടറി KM രഞ്ജിത്ത്, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, തൃത്താല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV മരക്കാർ, വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദാവൂദ് കളത്തിൽ, കുമരനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി, പട്ടാമ്പി താലൂക്ക് പ്രവാസി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് റഷീദ് കുഴിക്കര, വിളയൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് V അഹമ്മദ് കുഞ്ഞി, INDC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, P മാധവദാസ്, ബാബു നാസർ, M മണികണ്ഠൻ, TP മണികണ്ഠൻ, VK സഞ്ജയൻ, EV സക്കീർ, P സിന്ധു, നസീർ ആലിക്കൽ, അജീഷ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിശ്വസിക്കുന്നു.